വഴുതനങ്ങ ബജി. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണെങ്കിലും ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അതിനായി 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നതാവും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ കുറച്ച് കളർ കൂടെ കിട്ടുമല്ലോ. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂണോളം തന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ദോശമാവിനേക്കാളും അല്പം കൂടെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടത്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വഴുതനങ്ങയിലേക്ക് ബാറ്റർ നന്നായി കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാറ്ററിൻ്റെ ഫ്ലേവർ വഴുതനങ്ങയിൽ നന്നായി അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ചൂടായിട്ടുള്ള നോൺ ഫ്ലേവേർഡ് ഓയിലിലേക്ക് ഓരോ വഴുതനങ്ങയായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ആയി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സിമ്പിളും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ബജിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 4-5 പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.